പ്രേക്ഷകരും അവരുടെ പ്രതികരണങ്ങളുമായി കമന്റ് ബോക്സിൽ സജീവമാകുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ആമിന എസിനെ പോലെ, സുനിൽ ബോസിനെ പോലെ, ലിനേഷ് ബാബുവിനെ പോലെ, ആന്റണിയെ പോലെ, ലിവിൻ പോളിനെ പോലെയുള്ള ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂണുമായി ഈ പരിപാടിക്കൊപ്പം ചേരുന്നുണ്ട്. രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, പുറത്തൊക്കെ വലിയ ചൂടാണ്, അതിഗംഭീര ചൂടാണ്, അതുകൊണ്ട് ചൂടൻ ഉച്ചയാശംസ എന്നാണ് പറയുന്നത്. ശരിയാണ്, പുറത്തൊക്കെ നല്ല ചൂടുണ്ട്, വേനൽ മഴ ഉണ്ടാകും ചില ജില്ലകളിൽ എന്നൊക്കെയുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്ന് കണ്ടില്ല. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ DYSP നേരിട്ട് ഡൽഹിയിലെത്തിയാണ് രേഖകൾ നൽകിയത്. രേഖകൾ കൈമാറാൻ വൈകിയതിലെ വീഴ്ച ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം വന്ന് 17-ാം ദിവസമാണ് പ്രൊഫോമ അടക്കമുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയത്. സ്പെഷ്യൽ സെൽ DYSP S. ശ്രീകാന്ത് നേരിട്ടാണ് രേഖകൾ നൽകിയത്. പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ നാൾ വഴി, മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ. സർക്കാരിന്റെ അനാസ്ഥ പുറത്തായതോടെ ഇന്നലെ രാത്രിയാണ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ രേഖകൾ കൈമാറാൻ ചുമതലപ്പെടുത്തിയത്. കേസ് അന്വേഷിക്കണോ എന്നതിൽ CBI ഡയറക്ടർ ഇനി തീരുമാനമെടുക്കും. രേഖകൾ കൈമാറുന്നതിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ CPM ശ്രമിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ CPM പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ CBI അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിട്ട് അതിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഗുരുതര വീഴ്ച. 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം വിവാദമണയ്ക്കാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും സിദ്ധാർത്ഥൻ വിഷയം വിടാതെ പിന്തുടരാനാണ് പ്രതിപക്ഷ നീക്കം. സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിൽ ഗവർണറും സമാന്തരമായി നീക്കം നടത്തുന്നുണ്ട്. പ്രത്യേക സമിതിയെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ചില പ്രേക്ഷകരുടെ ഗുഡ് ആഫ്റ്റർനൂൺ വായിച്ചില്ല എന്നുള്ളൊരു പരാതി കമന്റ് ബോക്സിലുണ്ട്. സമയത്തിനനുസരിച്ച് നമുക്കത് വായിക്കാം. എങ്കിലും ചില കമന്റുകളിലൂടെ ഇപ്പോൾ കടന്നു പോകാം. റിൻസി ഇമ്മാനുവൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. കുര്യാക്കോസ് എം പോൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ ഷാനുവിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കമന്റ് ബോക്സിൽ കുറിക്കുക. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരായ ED നടപടിയിൽ ഡൽഹി നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം. മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ MLA-മാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ED വ്യാപക പരിശോധന നടത്തിയിട്ടും പണമൊന്നും കണ്ടെത്തിയില്ലെന്ന് കെജ്രിവാളിന്റെ ഭാര്യ സുനിത ആരോപിച്ചു. ED കസ്റ്റഡിയിൽ നിന്ന് കെജ്രിവാൾ അയച്ച സന്ദേശം സുനിത വായിച്ചു. इस सो कॉल्ड शराब घोटाले की जांच में ED ने पिछले 2 साल में 250 से ज्यादा रेड मार लिए. वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं. अभी तक किसी भी रेड में एक पैसा नहीं मिला. मनीष जी के यहां रेड मारी, संजय सिंह जी के यहां रेड मारी, सत्येंद्र जैन जी के यहां रेड मारी, एक भी पैसा नहीं मिला. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ അപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടായി. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ വലിയ പ്രതിഷേധം ആം ആദ്മി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ഭാര്യ കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ നൽകിയ കത്ത് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിക്കുന്നത് നമ്മൾ കണ്ടു. വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, തന്റെ അറസ്റ്റും ഒപ്പം തന്നെ കസ്റ്റഡിയും നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജി പരിഗണിക്കുന്നതിനിടെ എന്നാൽ ED തടസ്സവാദം ഉന്നയിക്കുകയായിരുന്നു. ഈ ഹർജിയുടെ പകർപ്പ് പരിശോധിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ അതിൽ മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയം വേണം എന്നും ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സമയം നൽകുകയാണെങ്കിൽ അപരിഹാര്യമായ
പ്രശ്നങ്ങൾ കെജ്രിവാളിന് ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കണമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടു. തുടർന്ന് മറ്റ് പ്രധാന കേസുകൾ പരിഗണിച്ച ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിച്ചു. ഈ മുന്നോട്ട് വെക്കാനുള്ള വാദങ്ങൾ ചുരുക്കി അവതരിപ്പിക്കാനാണ് കോടതി നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ധൃതി പിടിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങുന്നത് തടയാൻ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് എന്നും രാഷ്ട്രീയമായി ഇത് കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് എന്നും അടക്കമുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചു. കെജ്രിവാളിനെ ഉടൻ തന്നെ വിട്ടയക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അതേസമയം കെജ്രിവാളിന്റെ കസ്റ്റഡിയിൽ നിന്നുള്ള മൂന്നാമത്തെ കത്തിന്റെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഭാര്യ സുനിത കെജ്രിവാളിനാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരെ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി റെയ്ഡുകൾ നടത്തിയെങ്കിൽ പോലും 1 രൂപയുടെ പോലും അഴിമതി പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ നാളെ കോടതിയിൽ വെളിപ്പെടുത്തുമെന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും അതിൽ ഇടപെടാൻ അനുവദിക്കാത്തതിലെ അദ്ദേഹത്തിന്റെ ദുഃഖത്തെക്കുറിച്ചും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഡൽഹി നിയമസഭ ഇന്ന് പ്രത്യേക സമ്മേളനം ചേർന്നിരുന്നു. ഈ സമ്മേളനം ആരംഭിച്ച് നിമിഷങ്ങൾക്കകം തന്നെ MLA-മാർ ആം ആദ്മി പാർട്ടി MLA-മാർ മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. നിയമസഭ വിട്ട് പുറത്തേക്കും ഈ പ്രതിഷേധം കടന്നു. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കേരളത്തിലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർ മാരാർജി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. മാർച്ച് പോലീസ് വഴിയിൽ തടഞ്ഞിട്ടുണ്ട്. മോദിയുടെ കോലം ഉയർത്തി പ്രതിഷേധിച്ചതിൽ പ്രകോപിതരാകുന്നു BJP പ്രവർത്തകർ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മോദിയുടെ കോലം കത്തിച്ച് ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കടന്നിരിക്കുന്നു. മാരാർജി ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തത്. പക്ഷേ വഴിയിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി, ബോർഡുകൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ, മോദിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ വേട്ട എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അതിനിടയിൽ മോദിയുടെ കോലം കത്തിച്ച നടപടി, അതിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് സ്വീകരിക്കുന്ന നിലപാട്, BJP പ്രവർത്തകർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇവിടെ വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ തമ്പാനൂര് ഈ മാരാർജി ഭവന്റെ വഴിയിലേക്ക്, അവിടേക്കാണ് ഈ മാരാർജി ഭവനിലേക്കാണ് ഈ ആം ആദ്മി പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം നടത്തിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. ഇത്തരത്തിൽ മോദിയുടെ കോലം ഉയർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. നിലവിൽ മോദിയുടെ കോലം ഉയർത്തി കത്തിച്ചതുമായി സംബന്ധിച്ച ഈ പ്രവർത്തകർ, BJP പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അവർ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ആ സംഘർഷ സാധ്യത ഇല്ലാതാക്കിയത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മാർച്ച് പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ BJP പ്രവർത്തകർ ഈ ആം ആദ്മി പ്രവർത്തകർക്കെതിരെ വ്യാപകമായി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. ഇത്തരത്തിൽ മാരാർജി ഭവനിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്താനായിരുന്നു ഈ ആം ആദ്മി പ്രവർത്തകരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. അത് വഴിയിൽ വെച്ച് തന്നെ ഈ പോലീസും പ്രവർത്തകരും തടഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇവർ തമ്മിലൊരു സംഘർഷ സാധ്യതയുമുണ്ട്. നിലവിൽ സംഘർഷങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയുള്ളതാണ്. പക്ഷെ അത്തരമൊരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസുകാർ മാക്സിമം ഈ പ്രവർത്തകരെ പിരിഞ്ഞു പോകുന്നതിലേക്ക് നയിക്കുന്നുണ്ട്, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രവർത്തകർ അതിന് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വ്യാപക പ്രതിഷേധമാണ് നിലവിൽ. ശരി, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി നടത്തുന്ന മാർച്ച്, പ്രതിഷേധ മാർച്ച്, തിരുവനന്തപുരത്തെ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടിയുമായി ED. പ്രാഥമിക വിവര റിപ്പോർട്ട്
രജിസ്റ്റർ ചെയ്തു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. നേരത്തെ ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. നിലവിൽ SFIO അന്വേഷണവും പുരോഗമിക്കുകയാണ്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, EDയുടെ നീക്കം ഈ കേസിൽ എങ്ങനെ? ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പോലീസ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഈ ECIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. നേരത്തെ ഈ വിഷയത്തിൽ ED പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ പരിശോധനയും അവരുടെ കണ്ടെത്തലുകളും അതിന്റെ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. തുടർന്നാണ് നിലവിലിപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് ഈ SFIO അന്വേഷണം ആരംഭിച്ച് അല്പം കഴിയുന്നതിനുള്ളിൽ തന്നെ ECIR രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. SFIO അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ED ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസപ്പടി കേസിൽ അവർക്ക് അന്വേഷിക്കുന്നതിന് വിപുലമായ അധികാര പരിധി തന്നെയുണ്ട്. ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ED ഇതിലേക്ക് വരുന്നത്. നേരത്തെ EDയുടെയോ CBIയുടെയോ അന്വേഷണം വേണം എന്ന് ഷോൺ ജോർജ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതുമാണ് ഹൈക്കോടതിയിൽ. ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം മാസപ്പടി കേസിൽ SFIOയ്ക്ക് പുറമെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആദായ നികുതി വകുപ്പിന്റെ അവരുടെ കണ്ടെത്തലുകൾക്ക് പുറമെ ED കൂടി എത്തുന്നു എന്നുള്ളതാണ്. അവർ ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അന്വേഷിക്കാൻ പോകുന്നത്. ഈ എന്ത് സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർക്ക് എന്നത് അന്വേഷണ പരിധിയിലേക്ക് എത്തും. ഒരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അതായത് നേരത്തെ തന്നെ ഈ കേസിൽ EDയുടെയോ CBIയുടെയോ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട ഷോൺ ജോർജ് ഒരു അധിക ഹർജി നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. അതടക്കം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ED ഇപ്പോൾ SFIO അന്വേഷണത്തിന് പുറമെ ED ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിനായി കളത്തിലിറങ്ങുന്നത്. ECIR രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാഥമികമായി അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അത് ഡൽഹിയിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള അനുമതിയോടുകൂടിയാണ് ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അതിൽ EDയുടെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടാകുന്നു. ED കൂടി ഈ കേസിൽ കളത്തിലിറങ്ങാൻ പോകുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? താങ്കൾ ഈ ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഷോൺ ജോർജ്. തീർച്ചയായിട്ടും SFIയുടെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ നിർബന്ധമായും EDയും CBIയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇനിയുള്ള ഘട്ടങ്ങളിൽ നിർബന്ധമായും EDയുടെയും അതുപോലെ തന്നെ CBIയുടെയും സാന്നിധ്യം ഈ കേസിന്റെ പൂർത്തീകരണത്തിന്, കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഈ രണ്ട് ഏജൻസികളുടെയും സാന്നിധ്യം അനിവാര്യമാണ്. ഷോൺ ജോർജ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം. EDയുടെ നീക്കം കേരളത്തിലും ഉണ്ടാകും എന്നൊരു അങ്ങനെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം CPIM മുൻകൂട്ടി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. നേതാക്കളുടെ പ്രതികരണമൊക്കെ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ CPIMന്? രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം കൊണ്ട് CPIM പ്രതിരോധിക്കുമ്പോൾ അതിനെ തെളിവുകൾ വെച്ച് ഞങ്ങൾ പ്രതിരോധിക്കും, ഒരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ മകളുടെ കേസ് മറ്റൊരു കേസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കൃത്യമായ രേഖകളാണ്, നടന്നതാണ്, ആ മോഷണം നടന്നിട്ടുള്ളതാണ്. അതിന് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. ഷോൺ ജോർജ്, ഏതൊക്കെ തലത്തിലുള്ള നീക്കങ്ങൾ, പരിശോധനകൾ EDയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഷോൺ ജോർജ്, ഒരു അന്വേഷണ ഏജൻസിയുടെ മോഡസ് ഓപ്പറാൻഡി അത് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയുന്ന കാര്യമല്ല. അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് EDയുടെ ഇന്റർഫിയറൻസ് ഉണ്ടായി അല്ല EDയുടെ എൻട്രി ഉണ്ട് എന്ന് തന്നെ നിങ്ങളുടെ വാർത്തയിൽ നിന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം SFI അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കടമ. ആ കടമ ഞാൻ നിർവഹിച്ചു. ആ അന്വേഷണം മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ EDയുടെ എൻട്രൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഷോൺ ജോർജ് പരാതിക്കാരൻ ആ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് EDയുടെ ഒരു എൻട്രി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ കേരളത്തിലും EDയുടെ നീക്കങ്ങൾ ഉണ്ടാകും. അത് മാസപ്പടി മാത്രമല്ല, നേരത്തെ കരുവന്നൂർ പോലുള്ള പല കേസുകളും സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. CPIM അത് മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലുള്ള
ഈ EDയുടെ നീക്കത്തെ അതിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ്, രാഷ്ട്രീയ പ്രതിരോധമാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഇനി വരാൻ പോകുന്നത്? ശ്രീകാന്ത്, നിലവിൽ നേരത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇതിലൊരു അന്വേഷണം നടത്തി ഇതിൽ ചില വീഴ്ചകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SFIO അന്വേഷണം നടക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് EDക്ക് മറ്റൊരു നിയമ തടസ്സമില്ല. ഒരു പ്രെഡിക്കേറ്റീവ് ഒഫൻസ് ഉണ്ടെങ്കിൽ EDക്ക് ഈ കേസ് ഏറ്റെടുക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ നിയമവിദഗ്ധർ തന്നെ പറഞ്ഞത്. ഈ SFIO കൂടി ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒരു അന്വേഷണം, SFIO അന്വേഷണം ഇതിൽ നടന്നതോടുകൂടി, ഇതിൽ ആരംഭിച്ചതോടുകൂടി ഇതിലൊരു പ്രെഡിക്കേറ്റീവ് ഒഫൻസ് ഉണ്ടായിരിക്കുന്നു. മറ്റ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ അടക്കം നേരത്തെ ED വാങ്ങിയതുമാണ്. അത് കുറച്ചുനാൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവരതിൽ കൃത്യമായ അന്വേഷണം നടത്തി, പ്രാഥമിക അന്വേഷണം അക്കാര്യത്തിൽ നടത്തി എന്നുള്ള വാർത്തകൾ, വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഇതിൽ ECIR രജിസ്റ്റർ ചെയ്യാത്തത് എന്ത് എന്നത് വലിയ ചോദ്യചിഹ്നമായി മാറിയിരുന്നു. ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നതൊഴിച്ചാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനും സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അല്പകാലമായി, ഏതാണ്ട് ഒരു മാസത്തിനടുത്തായി ECIR രജിസ്റ്റർ ചെയ്തിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്മേലുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ED എന്നുള്ള കാര്യവും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഈ FIR ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ, പോലീസ് ചെയ്യുന്നത് പോലെ അവരുടെ ഒരു രീതിയാണ് ECIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഇതിൽ പ്രതികൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവർ, കുറ്റക്കാർ എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്താം, വേണമെങ്കിൽ ഉൾപ്പെടുത്താതെയും ഇരിക്കാം. ഈ CMRLുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ അത് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ചാണ് ECIR രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാകുന്നത്. SFIOയ്ക്ക് പുറമെ ED കൂടി എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് CPIMനെ, LDFനെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഡൽഹിയിൽ സമാനമായ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റൊക്കെ നടന്നപ്പോൾ കേട്ടിരുന്നതാണ് കരുവന്നൂരിലും അതോടൊപ്പം തന്നെ ഈ മാസപ്പടിയിലുമൊക്കെ EDയുടെ ഒരു കടന്നുവരവ്. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടും ഒരു ഹർജി ഇന്നലെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. ED ഈ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും അതെന്തായി എന്ന് പോലും ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതി, ഇപ്പോൾ ഹർജി, അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. 1-2 ദിവസത്തിനകം ആ വിഷയത്തിലും ED അവരുടെ നിലപാട് അറിയിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ അതിലും ED എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് 1-2 ദിവസത്തിനകം അറിയാൻ സാധിക്കും. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ED വ്യാപകമായി ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ കരുവന്നൂർ കേസിൽ ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു. അത് ഏപ്രിൽ 2 മാറ്റിയിരുന്നു. അതിലും EDയാണ് പാർട്ടിയായി ഉള്ളത്. അത്തരത്തിൽ സജീവമായി ഈ വിഷയങ്ങൾ ED എടുക്കുമ്പോൾ, ED അതിലേക്ക് ഇറങ്ങുമ്പോൾ LDFന് അത് വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസാണ്. മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്ന ഒരു കേസാണ്. അതിനിടയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നൊരു പ്രതികരണം, ഇവിടെ ED ഇറങ്ങി കളിക്കാൻ പോകുന്നില്ല, ഇത് CPIMും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള വിമർശനം. ശ്രീകാന്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ഇപ്പോൾ മാത്യു കുഴൽനാടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ED കൂടി ഇറങ്ങാൻ പോകുന്നു. പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ? വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കൃത്യമായി ഒന്ന് ഇതിനോട് പ്രതികരിക്കാൻ കഴിയൂ. ദീർഘകാലം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഏത് ഘട്ടത്തിലാണ് ED ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റിലാണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു പ്രതികരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായിരുന്നാലും നിലവിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കറപ്ഷൻ ആംഗിളിൽ ഒരു അന്വേഷണം മുമ്പോട്ട് പോയിട്ടില്ല. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും തുടരും. നിലവിൽ കോടതിയും ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ED ഏത് ആംഗിളിലാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ലാബ് ടു വെയിറ്റ് ആൻഡ് സീ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ശ്രീ മാത്യു കുഴൽനാടൻ, ED ഈ വിഷയത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു പരാതി. അത് ഒത്തുകളിയാണ്, BJP CPIM ഒത്തുകളിയാണ് എന്നുള്ള വിമർശനമൊക്കെ ഉയർത്തുന്നത് കണ്ടു. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് EDയുടെ ഈ എൻട്രി എന്നുള്ളതും ശ്രദ്ധേയമല്ലേ ശ്രീ മാത്യു കുഴൽനാടൻ? അല്ല, EDയുടെ എൻട്രി എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഇത്രയും കാലം ഇതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്തൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാതെ ഇപ്പോ മറ്റു നിലയിൽ നമ്മൾ ആ കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ ED വരുന്നതിലുള്ള ഒരു സത്യസന്ധതയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ജെനുവിൻനെസ്സും നീഡ് ടു ബി വെരിഫൈഡ് ഉണ്ടോ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന നിലയ്ക്ക് വേറെ അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യാനും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്ര നാൾ ഇവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു അമിതാവേശം കാണിക്കാത്തത്. ശരി, മാത്യു കുഴൽനാടൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിർണായകമായ നീക്കം EDയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആ കേസിൽ തുടർ നടപടികളുമായി ED എത്തുന്നു. പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള നടപടി. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. നിലവിൽ SFI അന്വേഷണം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കേസിൽ ED വരാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏത് തരത്തിലായിരിക്കും EDയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എന്നത് ശ്രദ്ധേയവുമാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, വിചാരണയുമായി ബന്ധപ്പെട്ട് നീതിപൂർവമായ വിചാരണ നടക്കണം എന്നുള്ള ആവശ്യമൊക്കെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അമേരിക്കയുടെ ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിലിപ്പോൾ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. US ആക്ടിംഗ് ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബാർബനെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അതൃപ്തി, അമേരിക്കയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി ഇന്ത്യ അറിയിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി. പാർട്ടി വിട്ട പാലക്കാട് മുൻ DCC ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ CPIM-ൽ ചേർന്നിരിക്കുന്നു. മത്സരരംഗത്തുണ്ടെങ്കിലും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് K. സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. EP ജയരാജനുമായി ബിസിനസ് ബന്ധത്തിന്റെ തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. പത്മജ വേണുഗോപാലിന് പിന്നാലെ കോൺഗ്രസിൽ ജില്ലാ പ്രാദേശിക നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ഇന്ന് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത് പാലക്കാട്ടെ പ്രമുഖ നേതാവ് ഷൊർണൂർ വിജയൻ. മുൻ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന വിജയൻ ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. ജില്ലാ നേതൃത്വം പറഞ്ഞ പൊതുവെ വിയോജിപ്പെന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരുടെ ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക, ചില ആശ്രിത വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. അതേസമയം വയനാട്ടിൽ മത്സരം താനും രാഹുൽ ഗാന്ധിയും തമ്മിലെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ പ്രതികരണം. അല്ല, അത് രാഹുൽജിയും ഞാനും തമ്മിൽ തന്നെയാണ് മത്സരിക്കുന്നത്. കാരണം വെച്ചാൽ IND മുന്നണിയുടെ പ്രബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രാഹുൽജി. LDF-നെ സംബന്ധിച്ച് അത്ര ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിലില്ല. EP ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ മറുപടിയുമായി തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. 24 മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. നോക്കൂ, ഞാനിപ്പോൾ ഒരു മുതലാളിയൊന്നുമല്ല, ഞാനൊരു ഇൻവെസ്റ്ററാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഞാനിപ്പോൾ ടാറ്റയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത, ഗോപി ടാറ്റ ഇലക്ട്രിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്, ടാറ്റ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓഫീസ് റെൻറ്റ് ചെയ്ത, പിന്നെ ഗോപി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അലയൻസ് ആയോ? കൊല്ലത്ത് നിഷ്പക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്ന് LDF സ്ഥാനാർത്ഥി M. മുകേഷ്. ഈ പ്രാവശ്യം LDF-ന്റെ ഒരു നിര, ശക്തമായ ഒരു നിര ഇല്ലെങ്കിൽ അത് കേരളത്തിനെയാണ് ബാധിക്കുന്നത്. നിഷ്പക്ഷ വോട്ടുകൾ LDF-ന് അനുകൂലമാണ് ഇപ്പോൾ തന്നെ. അതിനകത്ത് ഒരു സംശയവുമില്ല, ഞാൻ നോക്കിയിട്ട്. അതിനിടെ കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ പ്രചാരണത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ട് തേടിയെത്തിയ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ക്യാമ്പസിൽ സംഘർഷമുണ്ടായി. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് സ്ഥലത്തെത്തി പിന്നീട് പ്രശ്നം പരിഹരിച്ചു. ഇവിടെ ഇപ്പം സ്പോർട്സിൻ്റെ ഉദ്ഘാടനം വരുന്നത്, സ്പോർട്സിൻ്റെ ഇനാഗുറേഷൻ, അതായത് സമ്മാനദാന ചടങ്ങ്. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇന്നലെ പോയി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാനാണ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് പറയുമ്പോൾ അവർ കൊടിതോരണങ്ങളുമായിട്ട് അവർക്കുള്ള കാൻഡിഡേറ്റ് വരുന്നൊരു അവസ്ഥയിലോട്ടാണ്. പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനെതിരെ നമ്മളൊന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടുന്ന് ഒരുപാട് ലോക്കൽസ്, ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ലോക്കൽസ് അങ്ങനെ അധികം കയറിക്കൂടാന്ന് ഇതുണ്ട്. പക്ഷേ അവർ ഒരുപാട് ലോക്കൽസ് വന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായത്. അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, സാധാരണ ക്യാമ്പസുകളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയെത്തുന്നത് അതൊക്കെ സാധാരണ നടക്കാറുള്ള സംഭവമാണ്. ഇവിടെ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് എന്താണ്, എന്തുകൊണ്ടാണ്, വിവരങ്ങൾ എന്താണ് അരുൺരാജ്? ചന്ദനത്തോപ്പ് ITയിലേക്ക് എത്തിയത്. ഈ ചന്ദനത്തോപ്പ് ITയിൽ എത്തിയതിന് പിന്നാലെയാണ് SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. SFI ഈ പ്രധാന കവാടത്തിൽ വെച്ച് തന്നെ കൃഷ്ണകുമാറിനെ തടയുകയായിരുന്നു. വോട്ട് ചോദിച്ച് അകത്തേക്ക് കയറാൻ കഴിയില്ല എന്നതായിരുന്നു SFIയുടെ നിലപാട്. പക്ഷേ SFI ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങൾ വോട്ട് ചോദിക്കുന്നതിനല്ല എതിരായി നിന്നത്, പ്രധാനമായും കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് മറ്റൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ BJP നേതൃത്വവും ക്യാമ്പസിനുള്ളിലെ ABVP യൂണിറ്റ് കമ്മിറ്റിയും ശ്രമിച്ചു. അതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ ഈ കോളേജിൽ എത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അടക്കം നടത്തിയതുമാണ്. പക്ഷേ അതിനപ്പുറം ഇന്ന് NDA സ്ഥാനാർത്ഥി എത്തിയപ്പോൾ പതിവിന് വിരുദ്ധമായി വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനാണ് നിലവിൽ കൃഷ്ണകുമാർ എടുത്തിരിക്കുന്ന തീരുമാനം. കൃഷ്ണകുമാർ പറയുന്നത് തന്നെ മർദ്ദിക്കാൻ പോലും SFIയുടെ പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതൊരു നേതൃനിരയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്. ഇക്കാര്യത്തിൽ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് സ്ഥാനാർത്ഥി നിലയിൽ കൃഷ്ണകുമാറിന്റെ തീരുമാനം. എന്തായാലും SFI ഇതിനെ പ്രതിരോധിക്കുന്നത്, SFI ക്യാമ്പസിനുള്ളിലേക്ക് സ്ഥാനാർത്ഥി മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് SFIയുടെ വാദം. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം കൂടി തരാം. ഇവിടെ രാഷ്ട്രീയം പറയാം 24ന്റെ സംവാദ പരിപാടി ഇന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് കാഞ്ഞങ്ങാട് പുതിയ സ്റ്റാൻഡിലാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അവതരിപ്പിക്കുന്ന സംവാദ പരിപാടി നടക്കാൻ പോകുന്നത്. ഹാഷ്മിയും 24 സംഘവും കാഞ്ഞങ്ങാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹാഷ്മി തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, ഒരു തീവാറും ചർച്ച തന്നെ വൈകിട്ട് 4 മണിക്ക് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഒപ്പം മണ്ഡലത്തിൽ പൊതുവായി കാണാൻ കഴിയുന്ന പ്രചാരണത്തിൻ്റെ കാഴ്ചകൾ, ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഹാഷ്മി? കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ അതീവ നിർണായകമായ ഒരു ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ കഷ്ടിച്ച ഒറ്റ മാസം മാത്രമേ ഉള്ളൂ. നേരത്തെ റീത്ത് പറയുന്നത് പോലെ ഒരു തീവാറും ചർച്ച തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത്രത്തോളം തീവാറും ചർച്ചകൾ അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ തന്നെ ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യം നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് വടക്കോട്ടേക്കൊക്കെ കുറച്ചുകൂടി രാഷ്ട്രീയത്തെ സജീവമായി രാഷ്ട്രീയം ശ്വസിക്കുന്ന മനുഷ്യരാണെന്ന് കൃത്യമായി തന്നെ പറയാം. അപ്പോൾ നമ്മൾ കാണുന്നവർ കേൾക്കുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ് ട്രെൻഡ്, ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അറിവെന്നാണ് ആദ്യ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. അതിനുശേഷമേ ഭക്ഷണം കഴിച്ചോ മറ്റു ചോദ്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങൾ അതിനുശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ഇൻവോൾവ് ആയി നിൽക്കുന്നു ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായും ആ ഇൻവോൾവ്മെന്റ് നമ്മുടെ ചർച്ചയിലും പ്രതീക്ഷിക്കാം. നമുക്കറിയാം, നമ്മൾ കഷ്ടിച്ചൊറ്റ മാസം മാത്രം ബാക്കി നിൽക്കെ നമ്മൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തും തുടങ്ങുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് വേണ്ടി കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെന്യൂ, അലാമിപ്പള്ളി എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ തുടങ്ങുന്നു ഇന്ന് വൈകിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെയൊക്കെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അവരുടെ നിലപാടുകൾ പറഞ്ഞ് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഉറപ്പായും പ്രധാനപ്പെട്ട മുന്നണികളുടെ ജില്ലാ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അവരുടെ പ്രതീക്ഷകൾ പറയുന്നു. കാസർഗോഡാണ് റീത്ത്. നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കുറി 2ാം ഊഴത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ അട്ടിമറി നിലനിർത്താൻ കഴിയുമെന്ന ആദ്യ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ്, അവരുടെ കോട്ടയായിരുന്നു, അവരുടെ കൊടുങ്കോട്ട എന്നൊക്കെ പറയാവുന്ന കാസർഗോഡൻ കോട്ട ഉണ്ണിത്താൻ പിടിച്ചുപോയ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവിടെ തിരിച്ചു പിടിക്കുക, ഏത് വിധേയം തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ ജില്ലാ സെക്രട്ടറി ഇറക്കി തന്നെ ആഞ്ഞു പിടിക്കുന്നു ഇടതുപക്ഷം. ഒരു സർപ്രൈസ് സ്റ്റാൻഡിനെ ഇറക്കിക്കൊണ്ട് BJPയും അവർക്കാവുന്ന വണ്ണം ഇവിടെ വലിയ പ്രചരണം എന്ന് പറഞ്ഞാൽ
അശ്വിനി ഒരു ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള, മഞ്ചേശ്വരം മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടങ്ങളിൽ BJP കഴിയുന്നതിൽ ഇപ്പോൾ BJPയുടെ റോഡ് ഷോ ഒക്കെ വൈകിട്ട് ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ പ്രചരണം അതിൻ്റെ അങ്ങ് കൊടിപാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് മുന്നണികൾക്കും ഇത് അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് LDFനും UDFനും ഈ മണ്ഡലം വിട്ടുകൊടുക്കാൻ തീരെ മനസ്സില്ല. LDFന് ഒരിക്കൽ ഒരു വൺ ടൈം മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്ന LDF CPM നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് CPMൻ്റെ അഭിമാന പ്രശ്നം കൂടിയാകുമ്പോൾ ഇവിടെ പോരാട്ടം തീവാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പറയുന്നുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടായിരുന്നു, പെരിയാർ ഇരട്ടക്കൊലപാതകം ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ താൻ കയറിയതാണ് എന്ന് പറയുമ്പോൾ മറുപക്ഷം പറയുന്ന അതിനു മുൻപ് ടി സിദ്ദീഖിനോട് അപ്പോഴത്തെ CPM LDF സ്ഥാനാർത്ഥി P കരുണാകരൻ ജയിച്ചത് കേവലം 6000 ചില്ലുവാനം വോട്ടിന് മാത്രമാണ്. അതുകൊണ്ട് അതൊരു വൺ ഡേ മാജിക്കൊന്നുമല്ല, കാലക്രമേണ ഞങ്ങൾ കോട്ട പൊളിച്ചെടുക്കുകയാണെന്ന് UDF പറയുന്നു. അപ്പോൾ പൊളിഞ്ഞെടുക്കുമോ കോട്ട നിലനിർത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്നു. സ്വാഭാവികമായും നമ്മുടെ വൈകിട്ടത്തെ ചർച്ചയിൽ ഈ പ്രതീക്ഷകളുടെ നിരാശകളുടെ ഒക്കെ പ്രതിഫലനം കാണാൻ കഴിയും. ഒപ്പം ഒരുപിടി വികസന പ്രശ്നങ്ങൾ കാസർഗോഡ് അതൊക്കെ ചർച്ചയാകും എന്നുള്ള ഉറപ്പാണ്. അരുൺ പാർക്കൽ കൂടി ഉണ്ട്. അരുൺ, എന്തായി നമ്മുടെ ഒരുക്കങ്ങൾ? അടിപൊളി. എന്തായാലും ജില്ലാ നേതാക്കളാണ് പ്രധാനമായും, ഈ ജില്ലയിലെ തന്നെ 3 പാർട്ടികളുടെയും ജില്ലാ നേതാക്കളാണ് പ്രധാനമായും ഇവിടെ പങ്കെടുക്കുന്നത്. ചർച്ചകൾ തീവാറുമെന്ന കാര്യത്തിൽ അലാമിപ്പള്ളി പരിസരം അലാമിപ്പള്ളിയുടെ മുൻവശമാണ്, പുതിയ ബസ് സ്റ്റാൻഡാണ്. ഈ പരിസരം തീവാറുമെന്ന കാര്യത്തിൽ, ചർച്ചകൾ കൊണ്ട് തീവാറുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചർച്ചയുണ്ട്. ഒരു തരത്തിലും വികസനങ്ങൾ എത്തിപ്പെടാത്ത ഒരു പ്രദേശമാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ ഒരു വടക്കേ അറ്റം. ഈ പ്രദേശത്തേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നാട്ടുകാരുൾപ്പെടെ, അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർക്ക് ആ പരാതിയുണ്ട്. പലരും ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളെ വിളിക്കുന്നു, ബന്ധപ്പെടുന്നു, എപ്പോഴാണ് നിങ്ങളുടെ ചർച്ച, കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നു. അപ്പോൾ പല ആളുകളും ഒരു 3:45 കൂടി തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും. അവരുടെ കാര്യങ്ങൾ, അതായത് പ്രാദേശിക വിഷയങ്ങളാണ്. ഒരു സ്ഥലത്തേക്ക് വഴിയില്ല, അവരുടെ മതിലില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, നല്ല ചൂടാണെങ്കിൽ കൂടിയും രാഷ്ട്രീയ ചൂട് കുറവില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റീത്ത്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചില പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, ഈ 24ൻ്റെ ഈ സംവാദ പരിപാടി അത് കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, 20 മണ്ഡലങ്ങളിലും ഈ സംവാദ പരിപാടി ഉണ്ടാകും. ഓരോ ദിവസങ്ങളിലും ഓരോ മണ്ഡലത്തിൽ ആ സംവാദ പരിപാടി ഉണ്ടാകും. ആ മേഖലകളിലുള്ളവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, വികസന കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിക്കാനുള്ളൊരു വേദി കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ എത്തുക. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാഞ്ഞങ്ങാട് പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് ഈ സംവാദ പരിപാടിക്ക് തുടക്കമാകുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ആയിരിക്കും ആ സംവാദം നയിക്കുക. പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് പുതിയ VC ഡോക്ടർ അനിൽ KSനെയാണ് ഗവർണർ നിയമിച്ചത്. SN ഓപ്പൺ സർവകലാശാല VCയായി ഡോക്ടർ ജഗതി രാജിനെയും നിയമിച്ചിട്ടുണ്ട്. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, വിവരങ്ങൾ എന്താണ് ഗിരീഷ്? വെറ്റിനറി സർവകലാശാലയ്ക്ക് പുതിയ VCയെ ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്നു. ഡോക്ടർ അനിൽ KSനെയാണ് വൈസ് ചാൻസലറായി ഇപ്പോൾ ഗവർണർ നിയമിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം, അനിൽ KS നിലവിൽ വെറ്റിനറി സർവകലാശാലയിലെ പ്രൊഫസറാണ്. കഴിഞ്ഞ തവണ VCയെ നിയമിച്ച PC ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്ന് ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് അംഗീകരിച്ചുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ പുതിയ നിയമനം നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് 2ാമത്തെ തവണയാണ് പുതിയ VCയെ നിയമിക്കേണ്ട ഒരു സാഹചര്യം വെറ്റിനറി സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം SN ഓപ്പൺ സർവകലാശാല VCയായിരുന്ന ഡോക്ടർ മുബാറക് പാഷയുടെ രാജി ഗവർണർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഡോക്ടർ ജഗത് രാജിനെ നിയമിക്കാനാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നതും. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. കുസാറ്റിലെ ഡയറക്ടറാണ് ഡോക്ടർ ജഗത് രാജ്. ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ കൂടി അനുമതി വാങ്ങിയ ശേഷമാണ് ഗവർണറുടെ ഈ നീക്കം. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ പ്രതികരണങ്ങൾ അയക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്. വലിയ ചില വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് കമൻറ്റ് ബോക്സിലേക്ക് കൂടുതലായി പോകാൻ കഴിയാതിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കുന്നത് തുടരുക. സമയത്തിനനുസരിച്ച് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. അനിശ്ചിതത്വങ്ങൾക്കിടെ നേട്ടമുണ്ടാക്കിയ വിപണികൾ. സെൻസെക്സ് 550 പോയിന്റ് കൂടി. റിലയൻസിന് 3% നേട്ടം. ഓട്ടോ, എനർജി ഓഹരികൾക്കും ലാഭം. മാരുതി സുസുക്കിയുടെ വിപണി മൂല്യം 4 ലക്ഷം കോടി കടന്നു. ഓഹരി വിലയിൽ 4% വർധന.
ചൈനീസ് സമ്പദ് വ്യവസ്ഥ സ്ഥിരത കൈവരിക്കുന്നുവെന്ന റിപ്പോർട്ട്. വ്യാവസായിക ലാഭത്തിൽ 10% വർധന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാന്ദ്യവും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചില്ലെന്ന് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആമസോൺ മഴക്കാടുകൾക്കായി $1.1 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച് ഫ്രഞ്ച് ബ്രസീലിയൻ പ്രസിഡന്റുമാർ. മഴക്കാട് സംരക്ഷണത്തിനായി അടുത്ത 4 വർഷം പണം വിനിയോഗിക്കും. പ്രഖ്യാപനം ആമസോൺ നഗരമായ ബെലമിലെ ഇമ്മാനുവൽ മക്രോണിന്റെ ത്രിദിന സന്ദർശനത്തിനിടെ മഴക്കാടുകളുടെ സംരക്ഷണം ശക്തമാക്കാനുള്ള ആഗോള ശ്രമത്തിന്റെ ഭാഗമാണ് മക്രോണിന്റെ സന്ദർശനമെന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല. ബാൾട്ടിമോർ കപ്പൽ അപകടത്തെ തുടർന്ന് ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. ബാൾട്ടിമോർ തുറമുഖം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചു. വാഹന കയറ്റുമതിയെ ബാധിക്കും. ചരക്ക് കപ്പലുകൾ വഴിതിരിച്ചുവിടേണ്ടി വരും. ചരക്ക് നീക്കം ചെലവേറിയതാകും. 2.5 ദശലക്ഷം ടൺ കൽക്കരി, ഫോർഡിന്റെയും ജനറൽ മോട്ടോഴ്സിന്റെയും കാറുകൾ, തടി, ജിപ്സം എന്നിവയുടെ നീക്കം തടസ്സപ്പെടുമെന്ന് സൂചന. 2024 അതിസമ്പന്നരുടെ പട്ടിക പുറത്തിറക്കി ഹുറൂൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. $231 ബില്യൺ ആസ്തിയോടെ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് പട്ടികയിൽ ഒന്നാമത്. $158 ബില്യൺ ആസ്തിയുമായി മാർക്ക് സക്കർബർഗും 123 ബില്യൺ മുൻ ഗൂഗിൾ സിഇഒ ലാറി പേജും എലൈറ്റ് ടോപ്പ് 10-ൽ. $115 ബില്യൺ മുകേഷ് അംബാനി പട്ടികയിൽ 10ാമത്. അംബാനിയുടെ ആസ്തിയിൽ 40% വർധന. വിപണികൾ ഇന്ന് വ്യാപാര തുടക്കത്തിൽ തന്നെ നേട്ടത്തിലായിരുന്നു. ഇന്ന് നഷ്ടം തുടരും എന്ന സൂചനകൾക്കിടെയാണ് ഇന്ന് വിപണി നേട്ടം കണ്ടത്. 550 പോയിന്റ് വരെ ബോംബെ ഓഹരി സൂചിക ഉയരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ദേശീയ ഓഹരി വിപണിയിലെ ഇപ്പോഴത്തെ വ്യാപാരം നോക്കിയാൽ 171 പോയിന്റ് ഉയർന്ന് 22,175 എന്ന രീതിയിലാണ് ദേശീയ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഇന്ന് മികവിലാണ് എന്ന് പറയേണ്ടി വരും. അതിനുശേഷം ബോംബെ ഓഹരി വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ 619 പോയിന്റ് ഉയർന്ന് 73,100 എന്ന ലെവലിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. 72,000-ലും 71,000-ലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ വ്യാപാരം. പക്ഷേ ഇന്ന് അത് 73,000 എന്ന് പറയുന്ന ആ നിലയിലേക്ക് എത്തി. ദേശീയ ഓഹരി വിപണി 22,000-ന് മുകളിലും വ്യാപാരം തുടരുകയാണ്. ഇനി ഡോളർ രൂപ വിനിമയ നിരക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 പൈസ കൂടി 83 രൂപ 32 പൈസ എന്ന നിലയിലാണ്. രാവിലെ 83 രൂപ 31 പൈസ കൊടുത്താൽ $1 കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ 83 രൂപ 32 പൈസ ലാണ് ഡോളറിൻ്റെയും രൂപയുടെയും വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ വിപണി വിശകലനത്തിനായി നമ്മോടൊപ്പമുള്ളത് KV സാമുവലാണ്, ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV സാമുവൽ. പലതരത്തിലുള്ള അനിശ്ചിതത്വം വിപണിയിലുണ്ട്. എങ്കിൽ പോലും ഇന്ന് വിപണി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 1-2 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ, അതായത് വിപണി ദിനങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എങ്ങോട്ടാണ് വിപണിയുടെ പോക്ക്? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് എഫാൻ്റെ എക്സ്പയറി ആണ് ഇന്ന് ഷോർട്ട് കവറിങ് അതുമൂലം ഉണ്ടായിട്ടുള്ളതാണ് മാർക്കറ്റിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. സൂചിപ്പിച്ചതുപോലെ സെൻസെക്സ് 500-ലധികം പോയിന്റ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് നടത്തുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് വന്ന് ഗോൾഡ്മാൻ സാക്സ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് ഏകദേശം 54% വരെ ലോങ് ടേമിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നൊരു റെക്കമെൻഡേഷൻ അവർ വന്നത്. റിലയൻസിൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള റാലി ഇന്ന് ഏകദേശം 4%ഓളം റിലയൻസ് ഷെയർ റാലി ചെയ്തു. മറ്റ് കാര്യമായ മൂവ്മെൻറ്റ് വന്ന ഷെയറുകൾ വോക്കൗട്ട് ഫാർമ, അഡാനി പവേഴ്സ്, L&T കൺസ്ട്രക്ഷൻ മുതലായാണ്. ടോപ്പ് ഗെയിനേഴ്സിൽ റിലയൻസ് 3.54% ഉയർന്ന് 2,985-ലും, മാരുതി 3.04% ഉയർന്ന് 12,624-ലും, ബജാജ് ഓട്ടോ 3% ഉയർന്ന് 9,233-ലാണ് ട്രേഡ് നടക്കുന്നത്. ഇടിവ് ഉണ്ടായ ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽ 1.15% ഇടിഞ്ഞ് 6,280-ലും, നെസ്ലെ 1% ഇടിഞ്ഞ് 2,560-ലും, ഹീറോ മോട്ടോകോപ്പ് 0.94% ഇടിഞ്ഞ് 4,627-ലുമാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഈ പോസിറ്റീവ് ട്രെൻഡിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് വൈകിട്ട് അപ്ഡേറ്റ് ചെയ്യാം ബാക്കി. ശരി, മാർക്കറ്റ് ഇന്നൊരു പോസിറ്റീവ് ട്രെൻഡിലാണ്. ക്ലോസിംഗും ഒരു പോസിറ്റീവ് ട്രെൻഡിലായിരിക്കുമെന്നാണ് ശ്രീ KV സാമുവൽ പറയുന്നത്. താങ്ക് യു ശ്രീ KV സാമുവൽ. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇനി വൈകുന്നേരം 5 മണിക്ക് കാണാം. ബാക്ക് ടു TK രജിത്ത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS
wealth management and non-banking finance. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. RLV രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം, അതിന് പിന്നാലെ ഉണ്ടായ വിവാദം, ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം. അതിന് പിന്നാലെ ഇപ്പോഴൊരു ചരിത്രപരമായ തീരുമാനം കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവുകയാണ്. മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കും. എല്ലാ കോഴ്സുകളിലേക്കും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ പ്രവേശിപ്പിക്കാൻ ഇന്ന് ചേർന്ന പുതിയ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എല്ലാ കോഴ്സുകളിലേക്കും ഒരുപോലെ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ഈ വിവാദങ്ങൾ അതിനൊരു കാരണമാവുകയും ചെയ്തു. സൂരജ്, വിവരങ്ങൾ എന്താണ്? തീരുമാനങ്ങൾ എങ്ങനെ? ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ഏറെ സന്തോഷകരമായ ഒരു കാര്യം. കാരണം ഈ വിവാദങ്ങളെല്ലാം ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇത് സംബന്ധിച്ച ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അതിലേക്ക് ആ തീരുമാനത്തിലേക്ക് കലാമണ്ഡലവും എത്തിയിരിക്കുന്നു. ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 12 അംഗ ഭരണസമിതി യോഗത്തിൽ വൈസ് ചാൻസലർ തന്നെയാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഒരു അജണ്ടയായി പോലും മോഹിനിയാട്ടത്തിൽ ഈ ആൺകുട്ടികളെ പരിഗണിക്കുന്നത് കൊണ്ടുവന്നിരുന്നില്ല. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഇത് ചർച്ചയ്ക്കെത്തുകയും ഭൂരിഭാഗം അംഗങ്ങളും ഇത്തരത്തിൽ ഈ പ്രവേശനം അനുവദിക്കാം എന്ന തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയുമായിരുന്നു. തുടർന്ന് അടുത്ത അധ്യയന വർഷം മുതൽ ഈ ആൺകുട്ടികൾക്കും ഇവിടെ പ്രവേശനം നൽകാനാണ്. അതോടുകൂടി തന്നെ എല്ലാ കോഴ്സുകളിലേക്കും ലിംഗസമത്വം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് കലാമണ്ഡലം ഭരണസമിതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കഥകളിയിൽ ഈ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ, അതായത് ഈ കഥകളിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതായിരുന്നു ഈ ഭരണസമിതിയിൽ ഭൂരിഭാഗം അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ കലാമണ്ഡലം ഗോപി ആശാൻ അടക്കം വലിയ പിന്തുണ നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഭൂരിഭാഗം അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കലാമണ്ഡലം ഭരണസമിതി പോയിരിക്കുന്നത്. എന്തായാലും അടുത്ത അധ്യയന വർഷം മുതൽ ഈ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകും. ഈ കലാമണ്ഡലത്തിലെ എല്ലാ കോഴ്സുകളിലേക്കും ലിംഗസമത്വം ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിന് എന്തായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്, ചരിത്രപരമായ തീരുമാനമാണ്. ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ലിംഗഭേദമന്യേ എല്ലാ കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കാൻ ഇന്ന് ചേർന്ന പുതിയ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങളുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് ഇപ്പം ഈ വർഷം പുതിയ 3 കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം, 2 മാസ്റ്റേഴ്സ് ഇൻ കുച്ചിപ്പുടി, പിന്നെ തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗ്. ഈ ഒരു കോഴ്സും നമ്മളൊരു പുതിയ കോഴ്സാണ്. പെർഫോമൻസ് മേക്കിങ്ങിന് ഒരു പുതിയ കോഴ്സ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ തുടങ്ങുന്നതെന്ന് പറയാം. ആദ്യമായിട്ടാണ് പെർഫോമൻസ് മേക്കിങ്ങിൻ്റെ കോഴ്സ് തുടങ്ങുന്നത്. മാത്രമല്ല സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന ഒരു പുതിയൊരു സെൻറ്റർ, ഒരു റിസർച്ചിൻ്റെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഒരു കാനോപ്പി സെൻറ്ററായിട്ട് നമ്മളൊരു സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തുടങ്ങാൻ തീരുമാനമായിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പുതുറകളിൽ ഒഴിവാക്കാനാവാത്ത വിഭവമാണ് ഈന്തപ്പഴം. വിശ്വാസത്തോടൊപ്പം മികച്ച രുചിയും ഗുണങ്ങളുമാണ് ഈന്തപ്പഴത്തെ പ്രിയങ്കരമാക്കുന്നത്. റമദാനെത്തിയതോടെ സജീവമാകുകയാണ് സംസ്ഥാനത്തെ ഈന്തപ്പഴ വിപണി. പകലന്തിയോളം വ്രതമനുഷ്ഠിച്ച വിശ്വാസിക്ക് ഈന്തപ്പഴം നോമ്പുതുറയ്ക്ക് അവിഭാജ്യ ഘടകമാണ്. അതിന് കാരണവുമുണ്ട്. ഈന്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കുക, നിങ്ങൾക്കതിൽ അനുഗ്രഹമുണ്ട്. ഈ പ്രവാചകവാക്യമാണ് ഈന്തപ്പഴത്തിൻ്റെ രുചിവൈവിധ്യത്തിന് പ്രസക്തി നൽകുന്നത്. പല രാജ്യങ്ങളിൽ നിന്നായി 40ഓളം ഇനം ഈന്തപ്പഴങ്ങളാണ് വിപണിയിലുള്ളത്. 250 രൂപ മുതൽ 2100 രൂപ വരെ പലതിനും വിപണി വില വരും. വെറൈറ്റി ഒരു 32 ഡേറ്റ്സ് വെറൈറ്റി ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പോകുന്നതാണ് ജോർദാൻ്റെ, പിന്നെ അജുവ പ്രീമിയം, അതാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ സഫ, പിന്നെ മബ്രൂം ഉണ്ട്. ഒരു 15-ന് ശേഷം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. കൂടുതൽ ഈത്തപ്പഴമാണ് കൊണ്ടുപോകാറ്. റമദാനിലെ വരും നാളുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് വ്യാപാരികളും. 24 കാസർഗോഡ്. നോക്കാമിനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം.
സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.